ഇന്നൊരു ഈസി ആയിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടാം. ആദ്യം ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഫേസ് വാഷ് ചെയ്തു, ടോണർ ഉപയോഗിച്ചു, സീറോ ഉപയോഗിച്ചു, പിന്നെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചു, ലിപ് ബാം ഉപയോഗിച്ചു, പിന്നെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാനിട്ട സൺസ്ക്രീന്. ഡീകൺസ്ട്രക്റ്റിൻ്റെ XPF 55 ആണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ പ്രൈമറാണ്. നല്ല അടിപൊളി പ്രൈമറാണ് കേട്ടോ ഇത്. നമുക്ക് എവിടെയൊക്കെയാണ് പ്രൈമർ വേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഞാൻ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ബ്ലെൻഡ് ചെയ്യൽ. നല്ല പോലെ ബ്ലെൻഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു കളർ കളക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ കളർ കളക്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എൻ്റെ ഡാർക്ക് സ്പോട്ടും പിന്നെ എനിക്ക് പോയിണ്ട് അപ്പോൾ അവിടെ ഒരു വൈറ്റ് കളറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇത് കളർ കളക്ട് ചെയ്യും. ഫസ്റ്റ് ഇടാം. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ഇത് 01 വാം ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഞാനെല്ലാം കൈ വെച്ചിട്ടാട്ടോ ബ്ലെൻഡ് ചെയ്യാറ്. അതാവുമ്പം നമ്മുടെ കൈൻ്റെ ഉള്ളിലത്തെ ഹീറ്റ് ചൂട് വെച്ച് നല്ല ബ്ലെൻഡാവും. എനിക്ക് മറ്റേ ബ്ലെൻഡറിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ അതൊരു ഈസി ബ്ലെൻഡറൊന്നും ഇല്ലാത്ത ഒരു ട്യൂട്ടോറിയലാണ്. ഇനി നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ക്രീസ് ലൈൻസ് ഒന്നും ഇല്ല എന്ന് കണ്ടിട്ട് ഷുഗറിൻ്റെ ബനാന പൗഡറാണ് കേട്ടോ ഇത്. അത് ജസ്റ്റ് ഒന്ന് പൗഡർ ലോക്ക് ചെയ്യാം. ഇതാകുമ്പോൾ നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പ് അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഗ്രേ ആവുന്നില്ല കേട്ടോ. നമുക്കിങ്ങനെ കണ്ണിൻ്റെ അടിയിലൊന്നും ഇങ്ങനെ ഒത്തുകൂടി നിൽക്കില്ല. മാസിൻ്റെ 06 എന്ന് പറഞ്ഞിട്ടുള്ള കൺസീലർ ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ മേലെ ഒന്നും കൂടി ലൈറ്റൻ ചെയ്യിപ്പിക്കും. എന്നാലാണ് നമ്മൾ ഐ ഷാഡോ ഇടുമ്പോൾ നല്ലോണം കാണിക്കുള്ളൂ, മീൻസ് ഒരു ഭംഗി കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഞാൻ ബ്ലെൻഡ് ചെയ്യും. കൈയായിട്ട് തന്നെ കേട്ടോ അതും ഞാൻ ബ്ലെൻഡ് ചെയ്യാറ്. എന്നിട്ട് അത് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് ക്രീസ് ലൈൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകേണ്ടത്. അങ്ങനെ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം നമുക്ക്. അങ്ങനെ നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം നമുക്ക് പൗഡർ ലോക്ക് ചെയ്യാം. ഞാൻ വീണ്ടും ഷുഗറിൻ്റെ ബനാന പൗഡറായിട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ പൗഡർ ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കട്ടോ. ഐ ഷാഡോ ഇടണൈക്കിലോട്ട് കിടക്കാട്ടോ. ഞാൻ ഇൻസൈറ്റിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിലാദ്യം നമ്മൾ ഒരു ലൈറ്റർ ഷെയ്ഡ് ഇടാം. ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ ബ്രഷസ് ഒന്നും എടുത്തിട്ടില്ല ഐ മേക്കപ്പിന്. അപ്പോൾ അവിടെ ഉള്ള ഒരു ചെറിയൊരു ബ്രഷ് എടുത്തതാണ് ഞാൻ. അതിലാദ്യം ലൈറ്റർ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് രണ്ട് കണ്ണിലും ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. പിന്നെ അതിലുള്ള ഒരു പൊടിക്ക് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ് എടുത്ത് കണ്ട് അത് കണ്ണിൻ്റെ ഈ അറ്റത്ത് ഡിപ്പ് ചെയ്യുക, മീൻസ് ഇട്ടുകൊടുക്കുക. എന്നിട്ട് അവിടെ ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് റെഡി ആവണില്ലേ, ഒരു സുഖമില്ലേ ഈ ബ്രഷ്. അപ്പോൾ ഞാൻ അതവിടെ വെച്ച് കണ്ട് നമുക്ക് കൈയായിട്ട് തന്നെ ഇതാക്കാം. കൈ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനല്ലേ ബ്രഷ്. എന്തൊക്കെ നമ്മൾ സിമ്പിൾ മേക്കപ്പ് ലുക്കല്ലേ ബ്രഷൊന്നും ഉപയോഗിക്കാത്ത. അപ്പോൾ നമ്മൾ ഈ കൈ വെച്ചിട്ട് തന്നെ രണ്ട് കണ്ണിലും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലുള്ള ഒരു ഗ്ലിറ്ററി ഷെയ്ഡ്, ഞാനൊരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്ത് കണ്ട് കണ്ണിൻ്റെ നടുഭാഗത്ത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ട് കൈയായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വല്ലാതെ ഐ ഷാഡോ ഇട്ടെന്ന് തോന്നിപ്പിക്കില്ല, എന്നാലും കണ്ണിനൊരു ലുക്ക് കിട്ടും ചെയ്യും. ഓവറായിട്ടുമില്ല, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ കണ്ടോ. അപ്പോൾ ബോറായിട്ടുമില്ല, എന്നാലും ഒരു ചെറിയൊരു നാച്ചുറൽ ലുക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഐലൈനർ ഇടാം കേട്ടോ. ഐലൈനർ ഇടുമ്പോൾ എപ്പോഴും എനിക്ക് രണ്ട് കണ്ണും രണ്ട് ഷേപ്പിലാണ് കിട്ടുക. അപ്പോൾ ഐലൈനറിനെ വലിയൊരു എക്സ്പേർട്ടല്ല കേട്ടോ ഐലൈനർ ഇടുന്നതിൽ. അപ്പോൾ ഞാൻ ഐലൈനർ ഇട്ടിട്ട് വരാം. പിന്നെ ഇത് എൻ്റെ ഒരു മേക്കപ്പ് ലുക്കാണ്, ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. വലിയ പ്രൊഫഷണലൊന്നുമല്ല ഞാൻ. ഒരു സിമ്പിളായിട്ട് ഞാൻ ഇടുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. വലിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം, ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ മേക്കപ്പ് ഇട്ടുണ്ടെങ്കിൽ. ഞാൻ എൻ്റെ കംഫർട്ടിലുള്ളതിൽ ഞാൻ ഇടാണ് കേട്ടോ.
പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാര യൂസ് ചെയ്യാം കേട്ടോ. അതിന് 2 കണ്ണിൽ ഐലൈനർ ഇട്ടതിൻ്റെ ശേഷം ഇനി ഐ മേക്കപ്പ് അടക്കട്ടെ. ഇനി നമുക്ക് ഫേസിലോട്ട് പോകാം. ഞാൻ ആദ്യം ഉപയോഗിച്ച കൺസീലർ തന്നെ ഉപയോഗിച്ചിട്ട് മാസിൻ്റെ 06 കൺസീലർ ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ താഴെയും പിന്നെ എൻ്റെ ആ വൈറ്റ് സ്പോട്ടില്ലേ അവിടെയും കുറച്ചിട്ട് കണ്ട് നല്ല ബ്ലെൻഡ് ചെയ്യും കേട്ടോ. നമ്മൾ നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്കാണ്. അപ്പം ഈ കൺസീലർ വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യൽ. ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കലില്ല. അപ്പം ഒരുപാട് സാധനം ഇട്ട ഒരു ഫീലും വരില്ല. നമുക്ക് നല്ല ഒരു എലഗൻ ലുക്കിൽ വരും ചെയ്യും കേട്ടോ. അപ്പം ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്യും എല്ലായിടത്തും. ഞാൻ ഒക്കെ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ബ്ലെൻഡ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഓവർ ടൂൾസിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഞാൻ ഉപയോഗിച്ച എല്ലാ പ്രൊഡക്റ്റും അണ്ടർ 500 റുപ്പീസിൻ്റെ താഴേക്കേ ഉള്ളൂ കേട്ടോ. അപ്പം ഓവർ എക്സ്പെൻസ് ആയിട്ടുള്ള ഒന്നും ഇതിൽ ഞാൻ ഉപയോഗിക്കണില്ല. പിന്നെ എവിടെയൊക്കെ എനിക്ക് കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കണം അവിടെയൊക്കെ ഞാൻ കുറച്ചിട്ട് കണ്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യും കേട്ടോ എല്ലായിടത്തും. അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് കാണാം. അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കുള്ള ഐ മേക്കപ്പിലോട്ട് പോകട്ടോ. ബാക്കി വെച്ച കണ്ണിൻ്റെ അടിയിലും കൂടി നമുക്ക് ജസ്റ്റ് അതിലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്ത് കണ്ട് കണ്ണിൻ്റെ അടിയിൽ ഇട്ടാൽ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടിയിലും ആ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. രണ്ട് കണ്ണിൻ്റെ അടിയിലും പകുതി വരെ ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബനാന പൗഡർ വെച്ചിട്ട് തന്നെ. ഞാൻ കോമ്പാക്ട് പൗഡർ അല്ല യൂസ് ചെയ്യൽ, ബനാന പൗഡർ തന്നെ കേട്ടോ. ഷുഗറിൻ്റെ ഇത് അടിപൊളി സംഭവം കേട്ടോ ബനാന പൗഡർ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഫുള്ള് സെറ്റ് ചെയ്യും. മുഖം എല്ലായിടത്തും നല്ലോണം സെറ്റ് ചെയ്യും കേട്ടോ. ഇനി ബ്ലഷ് ഇടാം നമുക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് ബ്ലഷ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഐ ഷാഡോ പാലറ്റിലുള്ള ഒരു ഷെയ്ഡ് എടുത്ത് കണ്ട് ഞാൻ ബ്ലഷ് ആയിട്ട് ഇടും. അങ്ങനെ കേട്ടോ ഞാൻ ബ്ലഷ് ആയിട്ട് സെപ്പറേറ്റ് ഒന്നും വാങ്ങലില്ല. അപ്പം ഒക്കെ നമ്മുടെ കയ്യിലുള്ള ഒരു നോർമൽ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓവർ കുറേ സാധനങ്ങളൊന്നും മേടിച്ചിടലില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളിടാം. അങ്ങനെ ഈ ബ്ലഷ് ഇടുമ്പോൾ തന്നെ ഒരു ലുക്കിന് ഒരു മാറ്റം വരും കേട്ടോ. ലുക്ക് ചേഞ്ച് ആയ മാതിരി എനിക്ക് തോന്നാറുണ്ട് ബ്ലഷ് ഇടുമ്പോൾ. അപ്പം ബ്ലഷൊക്കെ ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഇതിൽ കേട്ടോ ഞാൻ ബ്രഷ് ഉപയോഗിച്ച് ബ്ലഷ് ആക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. ഫോർഗോട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ മറന്നു. ഐബ്രോസ് ഞാൻ ഇവിടെ ഫില്ല് ചെയ്യാറ്. ഇത് മാസിൻ്റെ ആണ്, അല്ല സ്വിസ് ബ്യൂട്ടിയുടെ. ഒക്കെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണല്ലോ, സ്വിസ് ബ്യൂട്ടിയുടെ. അപ്പം ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടില്ല. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ മറന്നുപോയി എന്നുള്ള ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തു. ലാസ്റ്റായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തത്. ലാസ്റ്റ് ഫില്ല് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് സ്പൂളിയിട്ട് ഷേപ്പ് ചെയ്തു കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് ലിപ്പിലോട്ട് എടുക്കാം. ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടുള്ളൂ. ഞാൻ ഓവർ ലിപ്സ്റ്റിക്ക് ഫാനല്ല. ഇനി അതിൻ്റെ മേലെ കൂടി ബ്യൂട്ടിയുടെ ഒരു മാറ്റ്. ഇത് ഞാൻ ചെമ്മാട് പോയപ്പോൾ അവിടെ നിന്ന് റാൻഡമായിട്ടുള്ളൊരു കടയിൽ നിന്ന് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതല്ല, റാൻഡായിട്ടൊരു കടയിൽ കയറി പർച്ചേസ് ചെയ്തു. അത് ലാസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് സ്പ്രേ. ഇൻസൈറ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ. ഓക്കെ, ഇനി അത് നന്നായിട്ട് ഉണങ്ങിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, വെയിറ്റ് ചെയ്യട്ടോ, പോവല്ലേ. ടാറ്റാ, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഹൗ ഇസ് ഇറ്റ്? എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. എന്തൊക്കെ മാറ്റം വരുത്തണം, പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.